ഒരുപക്ഷെ നമ്മളിൽ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാൻക്രാസ്. വെറും 14കാരനായ രക്തസാക്ഷി, അമ്മാവനും അനന്തരവനും വിശുദ്ധരായ ഒരു കഥ കൂടിയാണ് ഇത്. ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ ഫ്രീജിയയിൽ 3-ാം നൂറ്റാണ്ടിലാണ് ജനനം. പാൻക്രാസിന്റെ ജനനത്തോടെ അമ്മ മരിച്ചുപോയെന്നും 8-ാം വയസ്സിൽ പിതാവിനെയും നഷ്ടമായി എന്നുമാണ് പാരമ്പര്യം. പിന്നീട് അമ്മാവനായ ഡെന്നീസിന്റെ സംരക്ഷണത്തിലായിരുന്നു ജീവിതം. ഡെന്നീസ് അവനെ റോമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് പാൻക്രാസ് ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ ക്രൈസ്തവ മതപീഡനം രൂക്ഷമായത്. പാരമ്പര്യ കഥയനുസരിച്ച് 299-ൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയും സഹഭരണാധികാരി ഗലേരിയൂസും ചേർന്ന് തങ്ങളുടെ ഭാവി അറിയാനുള്ള ഒരു വിജാതീയ പൂജ നടത്തുകയും ആ പൂജ പരാജയപ്പെടുകയും ചെയ്തു. ക്രൈസ്തവരാണ് അതിന് കാരണമെന്ന് കരുതിയ ഡയക്ലീഷ്യൻ അവർക്ക് നേരെ ക്രൂരമായ പീഡനമുറകൾ അഴിച്ചുവിട്ടു. നിരവധി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട ആ അവസരത്തിൽ എങ്ങനെയോ പാൻക്രാസും ഡയക്ലീഷ്യന്റെ മുൻപിലെത്തി. സത്യദൈവത്തെ മറക്കാനും അന്യദൈവത്തെ ആരാധിക്കാനുമുള്ള ചക്രവർത്തിയുടെ ആജ്ഞയെ ആ 14കാരൻ ധൈര്യപൂർവ്വം നിരസിച്ചു. കോപിഷ്ഠനായെങ്കിലും ആ ബാലന്റെ ധൈര്യത്തിൽ ആകൃഷ്ടനായ അയാൾ നിരവധി സമ്പത്തും പദവികളും വാഗ്ദാനം ചെയ്തു. പക്ഷെ അതൊന്നും പാൻക്രാസിനെ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചില്ല. ശരീരം കൊണ്ട് ഞാൻ കുട്ടിയായിരിക്കാം, പക്ഷെ എന്റെ ഹൃദയം വളർച്ചയെത്തിയതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യത്താൽ നിങ്ങളുടെ ഭീഷണികളും ചുവരിൽ കാണുന്ന ഈ ചിത്രങ്ങളും എന്നിൽ മാറ്റമുണ്ടാക്കുന്നില്ല. ഈ ചിത്രങ്ങൾ സൃഷ്ടികളെ വഞ്ചിക്കുന്നവർ മാത്രമാണ്. ചക്രവർത്തിയുടെ മുഖത്തു നോക്കി ധീരതയോടെ പാൻക്രാസ് പറഞ്ഞു. ഈ ധിക്കാരം പൊറുക്കാൻ ചക്രവർത്തി തയ്യാറായിരുന്നില്ല. പാൻക്രാസിനെയും ഡെന്നീസിനെയും ശിരച്ഛേദം നടത്താൻ ഉത്തരവിട്ടു. അങ്ങനെ മെയ് 12-ാം തീയതി ഇരുവരും ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ സ്നേഹത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചു. റോമിന് വെളിയിൽ വെച്ചായിരുന്നു അവരുടെ ശിരച്ഛേദം നടത്തിയത്. പാൻക്രാസിന്റെ ജീവിതം അവിടെ അവസാനിച്ചില്ല, അതൊരു ആരംഭമായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ അന്നത്തെ പാപ്പ പാൻക്രാസിന്റെ ശവക്കല്ലറയുടെ മീതെ ഒരു ബസലിക്ക പണിതു. 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ് റോമൻ സന്യാസിയെ ഇംഗ്ലണ്ടിലെ രാജാവിനെ മാനസാന്തരപ്പെടുത്താൻ അയക്കുകയും അദ്ദേഹം രാജാവിനെയും ഇംഗ്ലണ്ടിനെയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. ആ സന്യാസി പിന്നീട് മെത്രാനുമായി. അദ്ദേഹമാണ് കാൻറ്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ. പാൻക്രാസിന്റെ നാമത്തിൽ ഇംഗ്ലണ്ടിൽ ആദ്യമായി ഒരു ദേവാലയം പണിതത് അദ്ദേഹമാണ്. ക്രിസ്തു മതം പ്രചരിപ്പിക്കപ്പെട്ട രാജ്യങ്ങളിലെല്ലാം പാൻക്രാസിന്റെ കഥയും വ്യാപിച്ചു. അനേകർ വിശുദ്ധ പാൻക്രാസിനെ വണങ്ങാൻ ആരംഭിച്ചു. ആ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചവർക്കെല്ലാം നിരവധിയായ അത്ഭുതങ്ങൾ സംഭവിച്ചു. പാൻക്രാസിന്റെ കല്ലറയ്ക്കൽ വന്ന് നുണ പറഞ്ഞാൽ അവരെ ഒന്നുകിൽ പിശാച് ആക്രമിക്കുമെന്നും അല്ലെങ്കിൽ മരിച്ചു വീഴുമെന്നും വരെയുള്ള ചില വിശ്വാസങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യം തെളിയിക്കാൻ പാൻക്രാസിന്റെ തിരുശേഷിപ്പ് കോടതി മുറികളിൽ പോലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് പാൻക്രാസും അമ്മാവനായ ഡെന്നീസും വിശുദ്ധരാണ്. വിശുദ്ധ പാൻക്രാസും വിശുദ്ധ ഡെന്നീസും ആത്മീയ ജീവിതത്തിൽ ചാഞ്ചാട്ടമുണ്ടാകുമ്പോഴും അന്യദൈവങ്ങളെ ആരാധിക്കാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോഴും ഈ വിശുദ്ധർ നമുക്ക് വഴികാട്ടികളും വെളിച്ചവും ആയിരിക്കട്ടെ. കുട്ടികളുടെയും തലവേദന തുടങ്ങിയ രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെയും കള്ളസാക്ഷ്യം മൂലം പീഡ അനുഭവിക്കുന്നവരുടെയും പ്രത്യേക മധ്യസ്ഥനായി കൂടി സഭ വിശുദ്ധ പാൻക്രാസിനെ വണങ്ങുന്നു.